അനാമിക മുൻപൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഗ്രേസി ആന്റിയുടെ മോള് ദേവിയാനിയെ വിളിച്ച് പറയുന്നുണ്ട്. തെളിവ് സഹിതം ഫോട്ടോ അടക്കം ദേവിയാനിക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഗ്രേസി ആന്റിയുടെ മോള് ഒരു TV റിപ്പോർട്ടർ ആണല്ലോ. അങ്ങനെ ഒരു ദിവസം ആ കുട്ടി ദേവിയാനിയെ വിളിക്കുന്നുണ്ട്. ആന്റി, ആന്റിക്ക് സുഖമല്ലേ? ആ മോളെ, സുഖമായിരിക്കുന്നു. മോളെന്താ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ചെറിയ കാര്യമുണ്ട്, അത് പറയാൻ തന്നെയാ ഞാൻ ആന്റിയെ വിളിച്ചത്. എന്താ മോളെ, എന്താ കാര്യം? ആന്റിക്ക് ഞാനൊരു ഫോട്ടോ അയച്ചു തരാം, ആ ഫോട്ടോ ഒന്ന് നോക്കൂ. അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുവാണ് ദേവയാനി. ഇത് കാണുന്നതും ആകെ അമ്പരന്നായിരിക്കും ദേവയാനി നിൽക്കുന്നത്. മോളെ, ഇത് ഇത് അനിയുടെ ഭാര്യയാ, അനാമിക. അനിയെ മോൾക്ക് അറിയില്ലേ? ആന്റി, എനിക്കെല്ലാം അറിയാം. ഇത് അനിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആന്റിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നത്. മോളെ, ഇതാരെങ്കിലും പറ്റിക്കാനായിട്ട് ചെയ്തതാണോ? അനന്തപുരി തറവാട്ടിലെ മരുമകൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിയുമ്പോ എല്ലാവരും ചോദ്യം ചെയ്യുമല്ലോ. അതിനായിട്ട് ആരെങ്കിലും ചെയ്ത പണിയായിരിക്കും. അത് അനാമികയൊന്നും ആയിരിക്കില്ല ആന്റി. അത് ആന്റി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഈ അനാമികയുടെ കൂടെ നിൽക്കുന്നത് അനാമികയുടെ മുൻ ഭർത്താവാ. ഇത് കേട്ടാകെ തകർന്നാണ് ദേവിയാനി നിൽക്കുന്നത്. എന്താ മോളെ, മോളെ എന്തൊക്കെയാ പറയുന്നേ? ആന്റി, ആന്റി സമാധാനിക്ക്. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാ ആന്റിയെ വിളിക്കുന്നത്. ഇതാദ്യം ആന്റിയോട് തന്നെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ അനാമികയുടെ ഫാമിലിയൊക്കെ എങ്ങനെയാ? അവളുടെ ഫാമിലിയൊക്കെ നല്ല ഫാമിലിയാ, നല്ല തറവാട്ടുകാരാ. അവര് വലിയ ബിസിനസ്സുകാരൊക്കെയാ. പണ്ട് മലേഷ്യയില് എന്തൊക്കെയോ ബിസിനസ്സൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ളൂ നാട്ടിലോട്ട് വന്നിട്ട്. അത് അനാമികയും അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ, അത് സത്യമാണെന്ന് ആന്റിയും അവിടെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? മോളെ, അത് അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറ്റിക്കോ? അവര് പറ്റിക്കോ ആന്റി? അവരങ്ങനത്തെ ആൾക്കാരാ. ആന്റിക്ക് അവരെ കുറിച്ച് നല്ലപോലെ അറിയാത്ത കാരണാ. അനിയുടെ കല്യാണത്തിന് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വന്നിരുന്നില്ല. എന്നാ ആ സമയത്ത് ഞാൻ മലേഷ്യയിലായിരുന്നു. അവര് പറഞ്ഞ പോലെ മലേഷ്യയില് അവർക്ക് ബിസിനസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉള്ള കാര്യം തന്നെയാ. എന്നാ അവിടെ ഫ്രോഡ് പണിയൊക്കെ കാണിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാ നാട്ടിലോട്ട് വന്നിരിക്കുന്നെ. ഒരു തട്ടിപ്പ് ഫാമിലിയാ. എന്തൊക്കെയോ കള്ളക്കടത്ത് ബിസിനസ്സാ അവിടെ നടത്തിയിരുന്നത്. മകളും അമ്മയും ദൂർത്തടി കൂടുതലായിരുന്നു. അങ്ങനെ ആകെ കൂടെ പരിങ്ങലിലായി അവിടെ നിന്ന് നാട് വിടുക ചെയ്തത്. അതിനിടയില് എന്തൊക്കെയോ മോഷണം നടത്തിയിട്ടാ അവിടെ നിന്ന് നാട് വിട്ടിരിക്കുന്നെ. ആ സമയത്ത് പോലീസുകാര് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാ തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം അയാളെ വെറുതെ വിട്ടതാ. മോളെ, മോൾ എന്തൊക്കെയാ പറയുന്നേ? ആ ആന്റി, ഞാൻ അവിടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പോയതാ ഈ കേസിനെ തുടർന്ന്. അപ്പോഴാ ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് അറിഞ്ഞത്. റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി, പക്ഷെ ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് അവിടെ അതൊന്നും ആയിരുന്നില്ല, വേറെന്തോ പേരായിരുന്നു. ഈയിടെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ കണ്ടപ്പോഴാ ഈ കുട്ടിയെ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഞാനാണെങ്കിൽ ഒരുപാട് ആലോചിച്ചു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാ ഈ റിപ്പോർട്ട് എൻ്റെ കണ്ണിൽ പെട്ടത്. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. പിന്നീട് അനിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി. എന്നാലും എൻ്റെ ആൻറ്റി ഇങ്ങനൊരു കുടുംബത്തിൽ നിന്നാണല്ലോ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. മോളെ, മോളിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവളൊരു കുഞ്ഞു കുട്ടിയാ, 10-23 വയസ്സേ ആയിട്ടുള്ളൂ. ആൻറ്റി, അതിനിടയിൽ അവളുടെ രണ്ടാമത്തെ വിവാഹ. ആദ്യം ഇതുപോലെ മലേഷ്യയിലുള്ള ഒരാളെ തന്നെയാ കല്യാണം കഴിച്ചത്. അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റിയില്ല. പല രീതിക്കും ഇവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് കോടതിയിൽ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ഒരു സംഖ്യ വാങ്ങിയെടുത്തിരുന്നു. ഇപ്പോ അതുപോലെ എന്തോ ചതി തന്നെയാ അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ. എനിക്കൊരു സംശയം, അങ്ങനെ ആയിരിക്കുമോ ഇനി അനിയെ കല്യാണം കഴിച്ച് അനന്തപുരിയിലോട്ട് കയറി വന്നത്? എന്തായാലും ഒരു യോഗ്യതയില്ലാത്ത പെൺകുട്ടിയാ അനിയെ കല്യാണം കഴിച്ചിരിക്കുന്നേ എന്നൊക്കെ ആ പെൺകുട്ടി പറയാ. ഇത് കേട്ട് തകർന്നു നിൽക്കുവാണ് ദേവയാനി. ആന്റി, എനിക്കെന്തായാലും ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തേ പറ്റൂ. മോളെ, ഇപ്പോ അത് ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ അനന്തപുരിയിലെ മരുമകളാവള്. അതുകൊണ്ട് അത് വേണ്ട മോളെ. മോളത് പബ്ലിഷ് ചെയ്യരുത് ആൻറ്റി. അത് പിന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാ എന്നെ മലേഷ്യയിലോട്ട് പറഞ്ഞു വിട്ടത്. ഞാനിത് ചെയ്തില്ലെങ്കിൽ മോളെ, അത് അവരുടെ ഫാമിലിയും അവളുടെ ഫോട്ടോയൊക്കെ പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഞങ്ങളുടെ കുടുംബത്തിനാ. അതുകൊണ്ട് മോളിപ്പോൾ അത് ചെയ്യരുത്. എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ആൻറ്റി, നേരിട്ട് ചോദിക്കണ്ട. ചോദിച്ചാലും അവൾ സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല.
എന്തായാലും ആൻറ്റി അവളെ ഒന്ന് വാച്ച് ചെയ്യുക. അതുവരെ ഞാനിത് പബ്ലിഷ് ചെയ്യുന്നൊന്നുമില്ല. അവളുടെ ഓരോ നീക്കങ്ങളും ആൻറ്റി വാച്ച് ചെയ്യുന്നത് നല്ലതാ. ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത ആൾക്കാരാണ് അവര്. അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം എപ്പോഴും. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ദേവയാനിയാണെങ്കിൽ തനിയെ നിന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവള് നമ്മൾ വിചാരിച്ച പോലെയല്ല. പുരോഹിതൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവള് നമ്മളെ കുടുംബത്തിലോട്ട് വരാൻ പറ്റിയൊരു പെൺകുട്ടിയല്ല. അന്ന് പാലിൽ വിഷം കലർത്തിയതും ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നില് അവളും അവളുടെ അച്ഛനും അമ്മയാണെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. അല്ലാതെ ഒരിക്കലും എൻ്റെ നയനമോള് പാലിലെ വിഷം കലർത്തില്ല. ഇത് ചെയ്തത് അനാമിക തന്നെയായിരിക്കും. അനിയുടെ ജീവിതം അവള് കാരണം ഇല്ലാതാവുകയാണല്ലോ. ഇനി അവളുടെ കാര്യത്തില് കൂടുതൽ ശ്രദ്ധ വേണം. അവളുടെ സംസാരവും അതുപോലെ ഫോൺ കോളുകളും ഒക്കെ നിരീക്ഷിക്കണം. ഇനി എന്തായാലും അവൾ കുറച്ചു നാളെ ഈ അനന്തപുരിയിലെ മരുമകളായിട്ട് വാഴൂ. അത് കഴിഞ്ഞാല് ഈ അനന്തപുരിയിൽ നിന്നും അനിയുടെ ജീവിതത്തിൽ നിന്നും പുറത്തായിരിക്കും. അങ്ങനെ ദേവിയനി അനാമികയെ ശ്രദ്ധിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അനാമിക ഫോൺ ചെയ്യുന്നതും മറ്റും ദേവിയനി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ രേവതി അനാമികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. മോളെ, മോള് തന്ന പൈസ ഒന്നും ആയില്ല. ഇനിയും കുറച്ച് പൈസയൊക്കെ വേണം. അമ്മേ, ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ഈ ചോദിക്കുമ്പോൾ പൈസ. എൻ്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മൊത്തം ഞാൻ നിങ്ങൾക്ക് ഊരി തന്നില്ലേ? ഇനി എൻ്റെ അടുത്തേ ഈ കഴുത്ത് കിടക്കുന്ന താലിയും കയ്യിൽ കിടക്കുന്ന ഈ 2 വളയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നതാ. വല്യമ്മ തന്ന സ്വർണ്ണങ്ങൾ വരെ നിങ്ങളുടെ കയ്യിലല്ലേ? ഇനി ചോദിച്ചാൽ എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നേ. അതൊന്നും ചോദിക്കില്ല മോളെ. ആ സ്ത്രീയുടെ കയ്യിൽ എത്ര സ്വർണ്ണങ്ങളാ? പിന്നെന്തിനാ നിനക്ക് തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിക്കുന്നേ? ഇതൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ടായിരിക്കും. അമ്മേ, അവരിപ്പോൾ പഴയ ദേവയാനിയൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മരണത്തിൽ നിന്ന് തിരികെ എത്തിയതല്ലേ. അപ്പം പിന്നെ എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുക. മരുമകളെ താഴത്തും തലയിലും വെക്കാതെയാ നോക്കുന്നത്. അല്ല മോളെ, അന്ന് ഞങ്ങൾ വന്നപ്പോൾ നയനെക്കുറിച്ച് കുറ്റങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിരുന്നേ. അത് വെറും വർത്താനം മാത്രാ. അവളെ ഇപ്പം അടുക്കളയിലും കയറ്റുന്നില്ല. അവൾക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ സ്നേഹവും പുറമേ അഭിനയിക്കുവാണെന്നാ എനിക്ക് തോന്നുന്നേ. അതെന്തെങ്കിലും ആവട്ടെ മോളെ. എന്തായാലും ആ നന്ദുവിൻ്റെ കാര്യം പാളിപ്പോയ സ്ഥിതിക്ക് ഇനി അടുത്ത എന്തെങ്കിലും പ്ലാൻ നോക്കിയേ പറ്റൂ. അവളെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ മോളെ. അവളിനി SC ആയി കഴിഞ്ഞാലേ നമ്മുടെ കളകളികളൊക്കെ പുറത്തു വരും. അതുതന്നെ അമ്മേ എനിക്കും പേടി. അവളെ SI ആയി വന്നാലേ നമ്മുടെ പൂർവ്വ ചരിത്രങ്ങളൊക്കെ പുറത്തു വരും. പിന്നെ തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മോളെ. അന്ന് നവ്യയ്ക്ക് വിഷം കൊടുത്ത പോലെ ഇനിയിപ്പോൾ ഇവൾക്കും എന്തെങ്കിലും കലക്കി കൊടുത്താലോ? അമ്മേ, അന്നത്തെ കാര്യം തന്നെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അന്ന് നവ്യയ്ക്കാ വിഷം കലർത്തിയത്. എന്നാ കുടിച്ചതോ വല്യമ്മ. അന്ന് ആ തള്ളയെങ്ങാനും തട്ടിപ്പോയിരുന്നെങ്കിലേ നമ്മുടെ കാര്യത്തില് തീരുമാനമായാനെ. ലിവർ വരെ അടിച്ചു പോയതല്ലേ. ഇനി അതുപോലത്തെ പണിയൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. പിന്നെന്തോ ഭാഗ്യത്തിന് അന്വേഷണങ്ങളൊന്നും വന്നില്ല. ആദർശേട്ടൻ കുറച്ചു നാളൊക്കെ അതിന് പുറകിലായിരുന്നു. പിന്നീട് അതൊക്കെ വിട്ടിരിക്കുക. അങ്ങനെ വിട്ടത് നമ്മുടെ ഭാഗ്യ മോളെ. എന്തായാലും അവളെ SI ആയതിനു ശേഷം അന്വേഷിക്കാതിരുന്നാ മതിയായിരുന്നു. എന്നാ അക്കാര്യത്തിലും നമ്മൾ കുടുങ്ങിയ തന്നെയായിരിക്കും. അമ്മ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിലേ ഞാൻ മുള്ളിന് മുകളിലാ കയറി നിൽക്കുന്നേ. ഏത് നിമിഷവും നമ്മുടെ കള്ളക്കളികളൊക്കെ എല്ലാവരും അറിയും. അത് പേടിച്ചാ ഞാൻ ഈ വീട്ടിൽ ഓരോ നിമിഷം കഴിയുന്നേ. മോളെ, അതിനു മുൻപേ കിട്ടാവുന്നതൊക്കെ വാങ്ങിക്കണം. ഞാൻ അമ്മയുടെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ നമുക്കൊരു പ്രസ് മീറ്റ് നടത്താമെന്ന്. പ്രസ് മീറ്റിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് വിളിച്ചു പറയാം. അന്ന് നമ്മൾ ആനന്ദിന്റെ കാര്യത്തിൽ ചെയ്തില്ലേ, അതുപോലെ എല്ലാവരുടെ മുൻപിലും ഇവരെന്നെ പീഡിപ്പിക്കുകയാണെന്ന് ഞാൻ വിളിച്ചു പറയും. പിന്നെ അനന്തപുരിയുടെ മാനം ഓർത്ത് എനിക്ക് നല്ലൊരു നഷ്ടപരിഹാരം തരും. അത് വെച്ച് നമുക്ക് നല്ല പോലെ ജീവിക്കാമേ. മോളെ, അതിനുള്ള സമയമായിട്ടില്ല. കുറച്ചും കൂടെ ക്ഷമിക്ക്. നമുക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഒന്നും കിട്ടിയില്ല, തുടർന്ന് ഇങ്ങനെ തന്നെയാ പോകുന്നെങ്കിലേ മോള് പറഞ്ഞ പോലെ എത്രയും വേഗം ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തി നമുക്ക് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കാം മോളെ. എന്തായാലും അനിയുടെ താലി നിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നമുക്കൊരു പിടിവലി തന്നെയാ. അത് വെച്ച് നമുക്ക് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചിട്ടേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടും മോളെ എന്നൊക്കെ രേവതി അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ദേവയാനി കേൾക്കുന്നുണ്ട്. ദേവയാനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ദേവയാനി അനാമികയുടെ ആ ഫോട്ടോ നോക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്ന പയ്യനെ ആയിരിക്കും ദേവയാനി ശ്രദ്ധിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പയ്യനെ കണ്ടെത്തണം. എന്നിട്ട് അയാളെ കൊണ്ടുവന്ന് എല്ലാവർക്കും മുൻപിലും സത്യങ്ങൾ വിളിച്ചു പറയിക്കണം എന്നായിരിക്കും ദേവയാനി കരുതുന്നത്. ഫോട്ടോ നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ കയറി വരുന്നത്. ജലജ പെട്ടെന്ന് ഫോട്ടോ നോക്കുന്നുണ്ട്. അല്ല ഏട്ടത്തി, കാര്യമായിട്ടിത് ആരുടെ ഫോട്ടോ നോക്കുന്നേ?
ഇതേതോ കല്യാണ ഫോട്ടോ ആണല്ലോ. പെട്ടെന്ന് ദേവയാനി ഫോട്ടോ മാറ്റുന്നുണ്ട്. ഫോൺ ഓഫ് ചെയ്യാണ്. ഏട്ടത്തി, ഞാനോടൊന്ന് നോക്കട്ടെ. ആരുടെ ഫോട്ടോയാ അത്? അതെന്റെ ഫ്രണ്ടിന്റെ മോളുടെ ഫോട്ടോയാ. അതെന്താ ഏട്ടത്തി, ഞാൻ കണ്ട കുഴപ്പം? നീ കാണണ്ട എന്ന് പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട്. എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ, എന്തോ ഒളിപ്പിക്കുന്നുണ്ട്.